ദുഃഖവെള്ളി ദിനത്തിൽ രാജ്യത്ത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ ആശങ്കയറിയിച്ച മതമേലധ്യക്ഷന്മാർ മതാധിപത്യ സങ്കുചിത മനോഭാവം വളർത്തിക്കൊണ്ടുവരാനുള്ള നീക്കത്തെ തിരിച്ചറിയണമെന്ന് ലത്തീൻ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. യേശുവിന്റെ ത്യാഗസ്മരണയിൽ സംസ്ഥാനത്തും ദുഃഖവെള്ളി ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനയും കുരിശിന്റെ വഴിയും നടത്തി ക്രൈസ്തവർ. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂര അക്രമം അന്ധകാര ശക്തികളിൽ നിന്ന് ഉണ്ടാകുന്നു. അധികൃതരിൽ നിന്ന് ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇവർക്കെതിരെ നിലപാടെടുക്കേണ്ടതിന്റെ ആവശ്യകത നാം തിരിച്ചറിയണമെന്നും ദുഃഖവെള്ളി ദിന സന്ദേശത്തിൽ ലത്തീൻ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. ചിത്രശക്തികൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കുവാനുള്ള അവസരം നാം പ്രയോജനപ്പെടുത്തുകയും വേണം. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. മത അധിഷ്ഠിത വിഭാഗീയത സംജാതമാക്കുവാൻ നിഗൂഢമായി ലക്ഷ്യമിടുന്നത് ഇന്ന് നാം തിരിച്ചറിയണം. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഫാദർ തോമസ് തറയിൽ പറഞ്ഞു. നമ്മുടെ ഭരണഘടന പോലെ നമുക്ക് ഉറപ്പ് നൽകുന്നത് ഏതു ന്യൂനപക്ഷങ്ങൾക്കും ഭയമില്ലാതെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ്. ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. സീറോ മലബാർ, ലത്തീൻ, സീറോ മലങ്കര സഭ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ സംയുക്ത കുരിശിന്റെ വഴിയും തിരുവനന്തപുരത്ത് ദുഃഖവെള്ളി ദിനത്തിൽ നടന്നു. നിരവധി വിശ്വാസികളാണ് കുരിശിന്റെ വഴിയിൽ പങ്കുചേർന്നത്. എറണാകുളം വൈറ്റില സെന്റ് ഡാമിയൻ ചർച്ചിൽ നടന്ന വിശുദ്ധ കുർബാന ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ സജി കണ്ണാമ്പറമ്പിന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുരിശിന്റെ വഴിയെ നടന്നു. കൂടാതെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷയും. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, തിരുവനന്തപുരം.